എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെന്താ വെച്ചാൽ നമ്മൾ വീട്ടിലെ വിശേഷങ്ങൾ അതുപോലെ അങ്ങനെ കുറച്ച് വിശേഷങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഭക്ഷണ വിശേഷങ്ങളുണ്ട്, മറ്റു കാഴ്ചകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും ഞാൻ അങ്ങനെ പോയി വരട്ടെ. നമ്മൾ ഇവിടുന്ന് മീൻ വാങ്ങാൻ വേണ്ടി അപ്പോൾ ഏതായാലും നമ്മൾ മീൻ വാങ്ങാൻ വന്നു. ഇന്നിതാ പലതരത്തിലുള്ള മീനുകളുണ്ട്, ചെറുതും വലുതായിട്ടുള്ള എല്ലാ മീനും ഉണ്ട്. ഇവിടുന്നാണ് നമ്മൾ കൂടുതലും മീൻ വാങ്ങൽ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ നോക്കട്ടെ ഏതാ വേണ്ടതെന്നുള്ളത്, വിലയൊക്കെ നോക്കി ഒക്കെ പാകമായിട്ട് വാങ്ങാം. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം മീനിന് വിലയുള്ളൊരു സമയമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് എന്നാൽ ചെറു മത്സ്യം പിന്നെ മത്തി തന്നെ ആവാമെന്ന് വിചാരിച്ചു. കാരണം ചില മത്തി കുറേ ദിവസമായി വാങ്ങിയിട്ടും ഒക്കെ ഇങ്ങനെ അയില അല്ലെങ്കിൽ കോരയൊക്കെ വാങ്ങൽ. അപ്പോൾ ഏതായാലും മത്തി വാങ്ങി ഞാൻ പോരുകയായി, തിരിച്ചു പോരുകയാണ്. പിന്നെ ഇപ്പോൾ ഇതാ പച്ചക്കറി ഒക്കെ അതും വാങ്ങിയിട്ടുണ്ട്. ഇനി അതൊക്കെ നോക്കാം. ഈ സഞ്ചിയിൽ നമ്മൾ പച്ചക്കറിയും വാങ്ങി, പിന്നെ മീനും. പിന്നെ നമുക്ക് ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ്. ഇനിയിപ്പോൾ എന്തായാലും മുരിങ്ങാക്കായ, ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പച്ചക്കറി വാങ്ങുന്നത്. ഏത് പാകത്തിനുള്ള വാങ്ങുള്ളൂ, എന്നാലും ഞങ്ങൾക്ക് ഉണ്ടാവും. 2 പ്രാവശ്യമായിട്ട് വാങ്ങിയാൽ മതി, കറിക്കും തോരനും എല്ലാം ഉള്ളത്. അപ്പം എന്താ കറക്റ്റ് ആവും. നീലം മാങ്ങ, അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഇതാ ഇതുണ്ട് കേട്ടോ, അതായത് ബ്രൗൺ ബ്രെഡ്, പിന്നെ ഇതാ മഷ്റൂമിൻ്റെ ഒരു പാക്കറ്റ്, പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണിത് ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ അത് 3 വേറെ അതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാ നമ്മൾ മത്തി, ഇതാണ് ഇപ്പം ഇന്ന് വാങ്ങിച്ച മത്തി. ഇനിയിപ്പോൾ അത് നന്നാക്കണം. അത് പിന്നെ അമ്മയാണ് നന്നാക്കുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, അധികമൊന്നും ഇല്ലത്. നമുക്കിന്ന് കറി വയ്ക്കാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ് മത്തി, വറക്കലില്ല. പൂച്ചയ്ക്കുള്ള തല എങ്ങനെ ഇട്ട് വരണം. 2 പൂച്ചകൾ. ഒരു മീഡിയം വലിപ്പത്തിലുള്ള മത്തിയാണ്. ഇത് കണ്ടില്ലേ, പുറത്ത് പൂച്ചകൾ. ഇതൊന്നും നമ്മളതല്ല, അതൊക്കെ അപ്പുറത്തെ വീടുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ ഈ നമ്മളെ പൂച്ചകൾക്ക് മീൻ കൊടുക്കുന്നത് കണ്ടിട്ടേ കണ്ടില്ലേ, പലതരത്തിലുള്ള പൂച്ചകൾ. അപ്പോൾ ആ സമയം നോക്കി ഇവരൊക്കെ എത്തും. നമ്മളെ പൂച്ചതാ ഇവിടെ ഉണ്ട്, അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ മറ്റുള്ളവരും വന്നിട്ട് ഇവർക്ക് കൊടുക്കേണ്ടത് തട്ടിപ്പറിക്കാൻ നിൽക്കും. അങ്ങനെയൊക്കെ ഉണ്ട് പണി ഇവർക്ക്. എന്നാലും കൊടുക്കും, എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കലുണ്ട്.
ഉള്ളതുകൊണ്ടൊക്കെ എല്ലാവർക്കും കണ്ട് ഒപ്പിച്ച് അങ്ങനെ അത് തീർക്കും. നമ്മളെ തൊട്ട് ആ ഒരു അടുക്കളേൻ്റെ അടുത്തുള്ള തക്കാളി ഉണ്ടോ, നല്ല പഴുത്ത് എല്ലാം പഴുത്ത് തുടങ്ങി. അപ്പോൾ ഈ ഒരു തക്കാളിയാണ് നമ്മൾ മീൻ കറിക്ക് ഇടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ നാടൻ പറമ്പിലെ തക്കാളി. കണ്ടില്ലേ തക്കാളി? നല്ല തക്കാളിയാണ്. അപ്പോൾ നമ്മൾ കറി വെച്ചു ഏകദേശം ഇതൊക്കെ അവനായി. നമ്മൾ എന്ന് വെച്ചാൽ എല്ലാം തേങ്ങയൊക്കെ അരച്ച് ഞാൻ നല്ല പോലെ തിളക്കട്ടെ. നമ്മളെ മീൻകറി ഇവിടെ റെഡിയായി. ഇപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായി. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ അങ്ങനെ കാണിച്ചു പോവാണ് നമ്മൾ. അമ്മയ്ക്ക് മീൻകറി കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ മത്തൻ്റെ ഒരു താളിച്ചുണ്ട്. കറിയിലെ തക്കാളി നല്ല രസം ഉണ്ടാക്കി. ഇങ്ങനെ നല്ല നാടൻ തക്കാളിയാവുണ്ട്. ഇപ്പോൾ രാവിലെ വാങ്ങിയ മാങ്ങ, നീലം മാങ്ങ, അപ്പോൾ അത് 2 ചെത്തട്ടെ. ഊണഴിഞ്ഞ് ഒക്കെ ഒന്ന് മയങ്ങി ഒന്ന് ഇരുന്ന ശേഷമാണ്, ഊണഴിക്കൽ കഴിഞ്ഞ ശേഷം. നല്ല രസമുള്ള മാങ്ങയാണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങ ഇതാണ്, പഴുത്ത മാങ്ങ. അമ്മ ഏതായാലും കഴിക്കാൻ റെഡി ആയിക്കൊണ്ട് അവിടെ ഉണ്ട്. അമ്മയ്ക്കും അതേ മാങ്ങയ്ക്ക് പൊതുവെ താല്പര്യം കൂടുതലാണ്. അപ്പോൾ ഞാനൊന്ന് കഴിച്ചോ കൊട്ട മാങ്ങ. നല്ല ഇഷ്ടമുള്ള മാങ്ങയാണ് ഈ നീലം മാങ്ങ. നല്ല രസമാണ്. അമ്മ അവിടെ ഇരുന്ന് കഴിക്കട്ടെ. പൂച്ച പിന്നെ രാവിലത്തെ മീൻ തല തിന്നതും അതുപോലെ ഉച്ചയ്ക്ക് മീൻകറി കൂട്ടി ഊണോ കഴിച്ച് ഉള്ള ഉറക്കത്തിലാ. അപ്പോൾ ഊണഴിഞ്ഞിരിക്കലൊക്കെ കഴിഞ്ഞ് സമയം 2:45. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഫോണിൻ്റെ എന്താ വെച്ചാൽ നമ്മളെ ബാക്ക് കവർ ഇത് നമ്മൾ വാങ്ങിയ സമയത്ത്, അതായത് ഫോൺ വാങ്ങിയ സമയത്ത് ഏകദേശം 2 വർഷം ആവാനായി. 1 മാസമേ ഉള്ളൂ, ഇവിടെ 2 വർഷമായി. അപ്പം ഇതിങ്ങനെ കവറ് നാശമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ അന്ന് കിട്ടിയത് തന്നെയാണ്, അതായത് നമ്മൾ കടയിൽ നിന്ന് തന്നതാണ്. അപ്പോൾ അതൊന്ന് പുതിയത് ഓർഡർ ചെയ്തിരുന്നു ഓൺലൈനായിട്ട്, പുതിയ കവറിന്. അപ്പോൾ അത് വന്നിട്ടുണ്ട്, എപ്പോഴും വന്നിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് അതൊന്ന് മാറ്റട്ടെ. നമ്മൾ ഈ ഒരു കവറ് ഉണ്ടോ, ഇത് ഇങ്ങനെ ഇവിടെ ഒക്കെ ആകെ ഒന്ന് പൊളിഞ്ഞു പോകുന്നു. ക്യാമറേൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അതും പോന്നു.
അത് ചാടിപ്പോയി. അപ്പം പിന്നെ എന്തായാലും മാറ്റാനായിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ പുതിയ വാങ്ങിച്ച കവർ. ഇതൊന്ന് നോക്കാം, തുറന്നു നോക്കട്ടെ. ₹299 ഇപ്പം ഇതിന്. നമ്മുടെ ഫോൺ ഈ കവറിലിടാം. ഓക്കെ ഓക്കെ കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അതായത് ഇപ്പോൾ ആ ബാക്ക് കവർ നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ട്, ടാഗ് ചെയ്യാം. അപ്പോൾ പിന്നെ വെച്ചാൽ നമ്മൾ മറ്റ് പ്രൊഡക്റ്റിൻ്റെയൊക്കെ നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ആ സ്റ്റോറിൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്റ്റോറിൻ്റെ ആ ഒരു കളക്ഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ അടിയിൽ തന്നെ കാണുമല്ലോ, കാണാം. അപ്പോൾ പലതരത്തിലുള്ള പ്രൊഡക്ട്സ്, ഓൺലൈൻ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റിൻ്റെ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ അത് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ നമ്മൾ ആ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം. കയറി പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. അതൊന്ന് പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഇന്നലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ രാവിലെ ഞാൻ നടത്താൻ കഴിഞ്ഞു വന്ന് കുളി കഴിഞ്ഞു. ഇനിയിപ്പോൾ രാവിലത്തെ ചായ പലഹാരം ഉണ്ടാക്കട്ടെ. ഇന്ന് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചായ പലഹാരത്തിന് ഉണ്ടോ നമ്മളെ ഗോതമ്പ് കൊണ്ടുള്ള സ്പെഷ്യൽ, അതായത് ഗോതമ്പ് പൊടി, പിന്നെ റോബസ്റ്റ പഴം ഉടച്ച് ചേർത്തു, ശർക്കര, തേങ്ങ ചെറിയത്, ഏലക്കായ പൊടിച്ചത്, ഇത്രയാണ് ഇതിൽ ചേർത്തത്. നല്ല രസമാണിത്. ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ നല്ല മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. ആവിയിൽ വേവിക്കുന്നതല്ലേ. അപ്പം ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങൾ 4 മണിക്കൊക്കെയാണ് ഇങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ടാക്കി അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഈ ഒരു രാവിലെ തന്നെ ആവാം, പിന്നെ ആ ഒരു ഇതിലാണ് കഴിഞ്ഞല്ലോ അത്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ളൊരു പലഹാരത്തേക്ക് തിരിഞ്ഞത്. അപ്പോൾ അതവിടെ അടുപ്പത്ത് ഇഡ്ഡലിച്ചെമ്പിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പൂച്ചയൊക്കെ ഇന്ന് രാവിലെ തന്നെയൊക്കെ റെഡിയായി ഇവിടെ ഉണ്ട്. ഇന്ന് പിന്നെ പൂച്ച കഴിക്കണതാണ് കൊടുത്തത്, ഇന്ന് മീനില്ലല്ലോ, ഇന്ന് മീനില്ല. അപ്പം ഇത് അവിടെ ചെമ്പിൽ വെന്ത് വന്നു. കണ്ടോ, നല്ല പാകത്തിന്. ഇനിയിപ്പോൾ ഇന്ന് സാധാരണ ഇഡ്ഡലി പോലെ തന്നെ നമ്മൾ ചൂടാറിയ ശേഷം എടുത്ത് നമുക്ക് അടത്തിന്നെടുക്കാം. ഇപ്പോൾ ചൂടൊക്കെ ആറി നല്ല പോലെ തന്നെ കിട്ടുന്നുണ്ട്. ഇതാ ഇപ്പം എല്ലാം നമ്മുടെ ഇനിയിപ്പോൾ അമ്മയ്ക്കിങ്ങനെ വല്ലാതെ കണ്ട് ഇത് അധികം കഴിക്കില്ല. സാധാരണ ഇഡ്ഡലി കഴിക്കുന്ന പോലെ കഴിക്കില്ല. ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ 4 എന്തായാലും കഴിക്കും. ഇത് പിന്നെ 2 കഴിക്കുള്ളൂ. പിന്നെ കഴിക്കും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ. പിന്നെ കോഴിമുട്ട പുഴുങ്ങിയതുണ്ട് ഇന്ന്. 10 മണിയാകുമ്പോഴൊക്കെ ചിലപ്പോൾ 1-2 ഇരുന്ന് കഴിക്കും അമ്മ. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ രാവിലത്തെ പലഹാരം ഏതായാലും ഉഷാറായി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.